ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനലിനെ ശ്രദ്ധിച്ച കേൾവിക്കാരായ ഓരോ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ ചാനലിലെ ഇന്ന് മുതലുള്ള വീഡിയോകൾ അടുത്ത ഒരു ലെവലിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നത് പ്രകാരം ഞാൻ പോകുന്നതാണ്. ഓരോ ദിവസവും പിശാച് മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു, പിശാച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം രീതിയിൽ ഉപദ്രവങ്ങളെ കൊണ്ടുവരുന്നു, സാത്താന്യ പൂജാരികളും സാത്താന്യ മന്ത്രവാദികളും ഏതെല്ലാം നിലയിൽ ദൈവമക്കൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അനുഭവിക്കുന്നതും ഞാൻ എതിർക്കുന്നതും ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളും നന്മകളും അത് ഓരോ ദിവസവും ഓരോന്നായി, അത് ചെറിയ രീതിയിൽ ഓരോന്നായിട്ട് ഞാൻ അറിയിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സാത്താന്യ പൂജാരികളായിട്ടുള്ള എനിക്കെതിരെ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇത് കാണും. അവരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് മലയാളം അറിയില്ലെങ്കിൽ അവർ മലയാളികളായിട്ടുള്ള ആളുകളെ കണ്ട് ഇത് കേൾപ്പിക്കുകയും എല്ലാം ചെയ്യും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമായതുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഒരു മന്ത്രവാദിയും ഇല്ലാത്തതുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിനെതിരെ നിൽക്കാവുന്ന ഒരു ശക്തിയും ഇല്ലാത്തതുകൊണ്ടും സർവ്വശക്തിയുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമെടുത്തുകൊണ്ട് ഈ ശുശ്രൂഷ ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുന്നതായിരിക്കും. ഏതെല്ലാം രീതിയിലാണ് പിശാച് ഉപദ്രവങ്ങളെ കൊണ്ടുവരുന്നത്, സാത്താന്യ പൂജാരികൾ ഏതെല്ലാം രീതിയിലാണ് അവരെ ഉപദ്രവിച്ച് നമ്മുടെ അടുക്കലേക്ക് അയക്കുന്നത് എന്നെല്ലാം വരുന്ന നാളുകളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. അനേക ദൈവമക്കളും വിചാരിക്കുന്നത് മന്ത്രവാദമൊന്നും അവർക്ക് ഫലിക്കുകയില്ല, ആഭിചാരമൊന്നും അവർ കേൾക്കുകയില്ല എന്നുള്ള ഒരു വഞ്ചനയിൽ പിശാച് അവരെ വഞ്ചിച്ചു വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനവര് എപ്പോഴും അനേക സഭകളിലെ ദൈവമക്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കൽ. ഈ വാക്യം പിടിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. യേശുക്രിസ്തു തന്നെയും അനേക രോഗാത്മാവ് ബാധിച്ച ആളുകളെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് യേശുക്രിസ്തു ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ 18 വർഷം കൂനിയായിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. എബ്രഹാമിന്റെ ഒരു മകളെന്നാണ് കർത്താവ് അവളെ കുറിച്ച് വിളിച്ചത്. എബ്രഹാമിന്റെ മകളെന്ന് പറഞ്ഞാൽ അവൾ ആരാണ്? അവൾ ഒരു ഇസ്രായേൽക്കാരത്തിയാണ്. അവൾ യാക്കോബിന്റെ മകളാണ്. ആ എബ്രഹാമിന്റെ മകളായിരുന്ന അവൾക്ക് ഒരു രോഗ ആത്മാവ് ഉണ്ടായിരുന്നു. ആ കർത്താവ് യേശുക്രിസ്തു പള്ളിയിലേക്ക് വരികയും ആ രോഗാത്മാവിനെ ശാസിക്കുകയും അവളുടെ കൂന് നിവരുകയും ചെയ്തു. അനേക രോഗങ്ങൾ പിശാച് കൊണ്ടുവരുന്നതാണെന്ന് തിരിച്ചറിയാതെ ചികിത്സയിലും ഡോക്ടർമാരിലും മാത്രം ആശ്രയിക്കുന്ന അനേക ആളുകൾ, സഹോദരന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ രോഗിക്ക് ചികിത്സ വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. രോഗിക്ക് ചികിത്സ വേണം, തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ അടുക്കൽ പോകണം. എന്നാൽ സർവശക്തനായ സർവവല്ലഭയുള്ള ആ രാജാതിരാജാവായ ഏറ്റവും വലിയ വൈദ്യനായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഈ കാര്യങ്ങളെ കൊണ്ടുവന്നാൽ ചിലത് അത് പൈശാചിക ബാധ മൂലം വന്നതാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ വിടുതലും പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാൻ നമുക്ക് ഇടവരും. അതിനാൽ നമ്മൾ വഞ്ചനയിൽ അകപ്പെടാതിരിക്കുവാൻ തക്കോണം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന ഒരു സ്ത്രീ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അനേക കാര്യങ്ങൾ ബാധ മൂലം സംഭവിക്കുന്നതാണ്. ഇത് ദൈവമക്കൾക്ക് അറിയില്ല. അവരെ ഒരുതരം ഒത്തുതീർപ്പ് ജീവിതം നയിക്കുന്നതിനാൽ പിശാച് ഇങ്ങനെ വഞ്ചിച്ച് അവർക്ക് വെളിപ്പെടുത്തലുകൾ കിട്ടാതെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നാളുകളിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നുള്ള ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതൽ അനുഗ്രഹമായി തിരുവാന്തക്കൊണ്ട് ഇടയാകട്ടെ. നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തരുവാൻ ഞാൻ ആളല്ല, എങ്കിലും എന്നാൽ ആവുന്ന വിധത്തിൽ അതിന് മറുപടി തരുവാനും എന്ത് പ്രതിവിധി ഉണ്ടെന്ന് ദൈവ വചനപ്രകാരമൊക്കെ പറഞ്ഞു തരുവാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ദൈവം എല്ലാ നിലയിലും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ണാടി നിങ്ങളുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ണാടി, ഒരു പക്ഷേ അത് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എതിരെയുള്ള വീട്ടിൽ നിന്നായിരിക്കാം. ഒരു കണ്ണാടി നിങ്ങൾ കാണത്തക്ക രീതിയിൽ നിങ്ങളുടെ അടുത്ത് വെക്കുകയോ, നിങ്ങളുടെ സ്വന്തക്കാരോ നിങ്ങളുടെ അയൽവക്കക്കാരോ ഒരു കണ്ണാടി ഒരു പ്രത്യേക രീതിയിൽ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാം. പക്ഷെ ഒരു കണ്ണാടി അവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് തിന്മയുടെ പുരോഹിതന്മാർ മന്ത്രം ചെയ്ത് വിട്ടുകൊടുത്ത ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടി ഉപയോഗിച്ച് സാത്താന്യ ശക്തികളെ ഉപയോഗിച്ച് കണ്ണാടിയിൽ അവർ നിങ്ങളുടെ പുരോഗതികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയമായ പുരോഗതി, നിങ്ങളുടെ ഭൗമികമായ പുരോഗതികളെ ആ കണ്ണാടി മൂലം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കണ്ണാടിയെ, അതിൻ്റെ ശക്തിയെ പൂജാരി പൂജിച്ചു വിട്ട, സാത്താന്യ
ശക്തികളെ കൊണ്ട് ചെയ്യിച്ചു വിട്ട നിങ്ങളുടെ പുരോഗതികളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കണ്ണാടിയുടെ ശക്തിയെ നമുക്ക് നിർമൂലമാക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക. എല്ലാം കൂടി ഒറ്റയടിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ ഇങ്ങനെ കുറേ നാൾ ദൈവം അനുവദിച്ചാൽ പോകുന്നതായിരിക്കും. ഒരു പക്ഷേ ഡെയിലി ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഒന്നിരാടം ദിവസങ്ങളായിരിക്കും. ദൈവം നടത്തുന്ന രീതിയിൽ അത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കണ്ണാടി വെച്ചിട്ട് നിങ്ങൾ അറിയാതെ ഒരു കണ്ണാടിയാണല്ലോ എന്ന് നിരൂപിച്ച് വിചാരിച്ച് അതിനെ വലിയ ശ്രദ്ധിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾക്കെതിരെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സാത്താന്യ പൂജാരി പൂജ ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ ആത്മീകവും ഭൗമികമായ പുരോഗതിയെ വിലയിരുത്തുവാൻ തക്കോണം അവരെ കണ്ണാടി നിങ്ങളുടെ ഇടയിലേക്ക്, നിങ്ങളുടെ ദിശയിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിന്മയുടെ പുരോഹിതന്മാർ എൻ്റെ പുരോഗതികൾ കണ്ണാടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പുരോഗതി, എൻ്റെ കുടുംബത്തിന്റെ പുരോഗതി നിരീക്ഷിക്കുന്ന സാത്താന്യ പുരോഹിതന്മാരുടെയും പൂജാരികളുടെയും കണ്ണുകൾ സ്വർഗീയ അഗ്നിയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ കുരുടാകട്ടെ. രാത്രിയും പകലും എനിക്കും കുടുംബത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ബലിപീഠങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉന്മൂലനാശമാകട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തത്തെ ഊറ്റി ആ കണ്ണാടിയിലുള്ള ശക്തി ഇപ്പോൾ എരിച്ച് നിർമ്മലമാക്കുന്നു. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തക്കോണം കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.